മേഘയുടെ കല്യാണമാണ് ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ. ഗൈസ്, അങ്ങനെ മാഗി സക്സസ്ഫുള്ളി മാരീഡ് ആയിരിക്കുന്നു. നല്ല വരണോക്ക്. ആര്യക്ക് ചന്ദനം വേണമെന്നാണ് അമ്മ ചന്ദനം ഇട്ട് കൊടുത്തു. നിനക്ക് വേണ്ടേ ആൻസി? ആൻസിക്ക് വേണ്ട, മതി മതി, കൊള്ളാം. ഇതാണ് മേഘയുടെ അമ്മായി സെന്റർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവരൊക്കെ എൻ്റെ കൂടെ UG-യിൽ പഠിച്ചതാണ്. ഞാൻ BCom പഠിച്ചിരുന്ന സമയം പഠിച്ചതാണ്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞു. ഞാൻ ഇതിൽ ആഡാക്കാം ഞാൻ. ഞങ്ങളങ്ങനെ ഇപ്പം ഞങ്ങൾ മൂന്നേര് മാത്രമേ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ അല്ലേ? പേരെന്തോന്ന്? പേര് പറ. ഇതൊക്കെയാണ് ഇവരുടെ പേര്. ബാക്കി പിള്ളേരാരും ഇവിടെ വന്നിട്ടില്ല, എല്ലാവരും മണ്ഡപത്തിലായിരുന്നു. നമ്മളെല്ലാവരും സാരിയാണ്. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഇപ്പം മാഗി ആയാലും നമ്മൾ ഭയങ്കര ഹാപ്പി അവളെ കല്യാണം കാണാൻ പറ്റിയത്. അത് ചന്തു ചേട്ടൻ്റെ കൂടെ. ഒരു വണ്ടി പാഷനാണ്. നിന്റെ കൂടെ കാണി പാഷൻ. നമ്മള് ഇവളുടെ പേരെന്തോന്ന്? പേര് പറ. നമ്മൾ മണ്ഡപത്തിലെത്തി. വിയർത്തൊരു വഴിയായി. പക്ഷെ കുഴപ്പമില്ല, മാഗിക്ക് വേണ്ടി നമ്മളെല്ലാം സഹിക്കും അല്ലേ? ആൻസി വീശി സഹിക്കും. പെണ്ണും ചെക്കാനൊക്കെ മണ്ഡപത്തിലെത്തി കയറിപ്പോയി. ഉള്ള മാഗി കയറിപ്പോയി. നമുക്കിനി ഉള്ളിലോട്ട് പോകണം. നമ്മളിവിടെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു.
എങ്ങനെ ഇവരൊക്കെ എന്തോടെ വാഴ്ചയിൽ പഠിച്ചതാണ്. ഹായ് പറ. ജാസി എവിടെ? ജാസിയുടെ കൊച്ചെവിടെ? ജാസി അത് ആര്യ, അത് അപർണ. ഒന്നും കേൾക്കാൻ പറ്റൂല. ഹായ് പറയടി. ജാസിയുടെ കുഞ്ഞാവയാണ് ഗൈസ്. ഇത് വ്ളോഗാണ്. ഇത് എന്റെ മോളാണ്. ജാസിക്ക് 5-6 വർഷം കഴിയുമ്പോൾ എടുത്ത് നോക്കാം. അശ്വിനിയുടെ വ്ളോഗിലുണ്ട്. ജൂഹിക്ക് അപ്പോഴും എപ്പോഴും ജൂഹിക്ക് ഒരു കണ്ണാടി ഉണ്ട്. ജൂഹിയുടെ ലിപ്സ്റ്റിക്കും ഉണ്ട് ഗൈസ്. ജൂഹി ചവള. എനിക്ക് ജൂഹി ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യൂടി. ഇല്ല ഗൈസ്, ഇതാണ് ഗൈസ് എന്റെ ചക്കര ജൂഹിയാണ്. എനിക്ക് കല്യാണം കഴിക്കുന്നതിൽ സന്തോഷമുണ്ടോ? പറയൂ, പറ. ഇത് നമ്മൾ അറിഞ്ഞപ്പോ കാണാം. നിങ്ങളെ കല്യാണം എപ്പോഴായിരിക്കും? 5 വർഷം, 6, 7 വർഷം. നിന്റെ വീഡിയോ ഉണ്ടാവുമ്പോ കണ്ടോണ്ടേ. ഉമ്മ സദ്യ കഴിക്കാൻ വന്നു. സദ്യ കഴിച്ചിട്ട് ഞാനും ഉമ്മയും മണ്ഡപത്തിൽ വന്നിരിക്കുവാണ്. എന്റെ കല്യാണത്തിന്റെ മേഘ 2-3 പിള്ളേരൊക്കെ കാണാം. മേഘിന് ഫുഡൊക്കെ കഴിച്ചിട്ട് 1:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് പറയുന്നത്. അവൾ ഇറങ്ങണ കണ്ടിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കരയോ ഇല്ലയെന്നൊന്നും എനിക്ക് കാണണം. താലി കെട്ടിയപ്പോൾ ഒക്കെ അങ്ങനെ ഇമോഷൻസ് ഉണ്ടായി, കരഞ്ഞൊന്നുമില്ല. പക്ഷെ ഇവിടെ സിന്ദൂരം ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വിങ്ങി. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗിൽ എന്തോ പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എന്നാലും എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം നടക്കുന്നത് എൻ്റെ ലൈഫിൽ. മേഘ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. എനിക്കത് ആരടുത്തും എങ്ങനെ പറഞ്ഞു തരണം, എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എന്നെ മനസ്സിലാക്കിയ ആൾക്കാരിൽ അവളും ഒരാളാണ്. അപ്പോൾ അവളുടെ കല്യാണം, അതും അവൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ തന്നെ നടക്കുന്നു. കാരണം അവൾ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് അവളെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ആളുടെ കല്യാണം, അവരുടെ അതെനിക്ക് എന്തോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് മിക്സ്ഡ് ഇമോഷൻസിലൂടെയാണ് ഞാൻ ഇപ്പൊ പോകുന്നത്.
കല്യാണം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്ക് ഈ സാരി ഞാൻ മേടിച്ച് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 year ആയി കാണും, 1.5 വർഷമായി കാണും. ജസ്റ്റ് ആ സമയം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചു. പക്ഷെ ബ്ലൗസ് ഒന്നും തയ്പ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പം എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ മേഘയുടെ കല്യാണത്തിന് ഞാൻ കൊടുക്കുമെന്ന്. ഞാൻ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ഷോർട്സിൽ ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഇതിൽ ആഡ് ആക്കാം. ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. സദ്യയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ ദിവസമായി സദ്യ കഴിച്ചിട്ട്. സദ്യ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെന്താ, ഇപ്പം സമയം 12:50 കഴിഞ്ഞു. 1:30 ആകുമ്പോൾ അവൾ ഇറങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനും അമ്മയുമായിട്ടാണ് വന്നത്. പിന്നെ വേറെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വ്ളോഗിൽ കാണിച്ചല്ലോ, ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ വൈകുന്നേരവും ഞാൻ വരും. എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ വരും. അപ്പോൾ അതും കൂടിയൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. മേഘിക്കാനാണെന്ന് തോന്നുന്നു പോകുന്നത്. കേട്ടോ കഴിക്കാൻ പോകുന്നു. അങ്ങനെ എൻ്റെ മേഘയുടെയും കല്യാണം കഴിഞ്ഞു. ചന്തുചേട്ടനുമായിട്ട് സോ ഹാപ്പി. മേഘയുടെ മക്കൾ 5-6 വർഷം കഴിയുമ്പോൾ ചേച്ചിയല്ലല്ലോ ആൻറ്റിയുടെ വ്ളോഗ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ. വീട്ടിൽ പോകാൻ പോവാണ് അല്ലേ? ഞാൻ കാറിലാണ് പോണേ. ഞാനും അമ്മയും ഇവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി. കടയിൽ കയറിയത് വെള്ളം കുടിക്കാൻ. ചൂട് വെള്ളം തയ്ക്കും. അമ്മ ഒരു സോഡ നാരങ്ങയും. എനിക്ക് ഷാർജ മതി. ഞാൻ ഇന്ന് ഷാർജ കുടിക്കും. ഷാർജയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അങ്ങോട്ട് നോക്കി മലയിലെ ഫോട്ടോ. സമയം 2:30ആയി. ഒരു 5 മണിയൊക്കെ ആവാറാകുമ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വരും. ബാക്കിന് അപ്പം എടുക്കാം. ഹായ് പറ. മേഘയുടെ റിസപ്ഷന് ഞങ്ങൾ വന്നു. അപ്പം എൻ്റെ കൂടെ ജിനോയും ഉണ്ട്, വേറെ കുറച്ച് പിള്ളേരുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവർ പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ? ജിനോ ചായ നേരത്തെ കുറിച്ച് എനിക്ക് ചായ വേണ്ടായിരുന്നു. മേഘയുടെ കല്യാണത്തിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വൈകുന്നേരം ഒരുപാട് ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തിരക്കായിരുന്നു ഭയങ്കര, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളതെല്ലാം ആഡാക്കി ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇത് ഉടനെ തന്നെ എഡിറ്റ് ചെയ്തിടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്ത് ഇതിന് വല്ല പറയണ്ട. ഇൻവെർട്ടറാണ്. ഞാൻ ഇന്ന് കല്യാണത്തിനടുത്തവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഇടും. പിന്നെ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇതും ലൈക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ അത്രേ ഉള്ളൂ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു ബൈ പറ.
അപ്പോൾ ഇതും കൂടെ ഇടാം. നല്ല തണുപ്പ്, കാരണം നല്ല തണുപ്പ്, നല്ല തണുപ്പ്. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, ബൈ ബൈ. ഞാൻ ഇന്നലെ ഇട്ട മൈനേജ് ചളവായിപ്പോയി.